ഹായ് ആൾ വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എ സ്റ്റാർ സെർച്ച് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പ്രോബ്ലം എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാമെന്നാണ്. സോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് തന്നെന്ന് വിചാരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്. അപ്പം എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് നോഡിൽ നിന്ന് ഈ ഗോൾ നോഡ് ജിയിലോട്ട് നമുക്ക് എത്തണം യൂസിങ് എ സ്റ്റാർ സെർച്ച് അൽഗോരിതം. അപ്പോൾ ബെസ്റ്റ് പാത്തിലൂടെയല്ല എത്തേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റും അതിൻ്റെ ഹോറിസ്റ്റിക് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. എസിൻ്റെത് 5 ആണ്, എയുടെ 3 ആണ്, ബിയുടെ 4, സിയുടെ 2, ഡിയുടെ 6, ജിയുടെ 0. സോ നമ്മുടെ ഓപ്പൺ ലിസ്റ്റും ക്ലോസ് ലിസ്റ്റും ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഇതിന് സൊല്യൂഷൻ കാണുന്നത് എങ്ങനെയെന്ന് പറയാം. അപ്പോൾ ആദ്യം ആ അൽഗോരിതം ബേസ് ചെയ്ത് എന്താ, ഓപ്പൺ ലിസ്റ്റിൽ സ്റ്റാർട്ടിംഗ് നോഡ് ഇടുക. സോ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറയുന്നത് എസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ആൻസറിലോട്ട് എങ്ങനെ കടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളിതുപോലെ എസ് എന്ന് എഴുതിയിട്ട് എസ്സിൽ നിന്ന് 2 ചൈൽഡ് ഉണ്ട് അല്ലേ, എയും ഉണ്ട് ജിയും ഉണ്ട്. സോ എസ്സിൽ നിന്ന് എയിലേക്കുള്ള എഫ് ഓഫ് എൻ നമുക്ക് കാണാം. അപ്പോൾ എഫ് ഓഫ് എൻ കാണുന്ന ഫോർമുല എന്താ, നമ്മൾ അൽഗോരിതത്തിൽ പഠിച്ചു, ജി ഓഫ് എൻ പ്ലസ് എച്ച് ഓഫ് എൻ ആണ് അല്ലേ. അപ്പം ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്സിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 1 പ്ലസ് എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എയുടെ ഹോറിസ്റ്റിക് വാല്യൂ 3. 1 + 3 എത്രയാണ്, 4 ആണ്. ഓക്കെ, അടുത്ത എസ്സിൽ നിന്ന് ആരാ ഉള്ളത്, എസ്സിൽ നിന്ന് ജി ആണുള്ളത് അല്ലേ. ജിയിലേക്കുള്ള എഫ് ഓഫ് എൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ പ്ലസ് എച്ച് ഓഫ് എൻ. ഓക്കെ, അപ്പോൾ എസ്സിൽ നിന്ന് ജിയിലേക്കുള്ള ജി ഓഫ് എൻ എന്ന് പറയുന്നത് എത്രയാണ്, ഡിസ്റ്റൻസ് 10 പ്ലസ് എച്ച് ഓഫ് എൻ, ജിയുടെ ഹോറിസ്റ്റിക് വാല്യൂ എത്രയാണ്, 0. 10 + 0 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഇതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യും, നോർമലി 4 സെലക്ട് ചെയ്യത്തുള്ളൂ. കാര്യം എന്താണ്, അതായത് എസ് ടു എ എന്ന് പറയുന്ന പാത്തേ നമ്മൾ സെലക്ട് ചെയ്യും. കാര്യം 4 എന്ന് പറയുന്ന 10-നേയും കാലം ചെറുതാണ്. അപ്പോൾ നമുക്ക് എഴുതാം വി സെലക്ട് എസ് ടു എ. കാര്യം എന്താ, 4 എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണ്. എന്നിട്ട് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ വലിയ സാധനം 10 നമുക്ക് തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ കറൻ്റ്ലി എവിടെ നിൽക്കുക, എയിൽ നിൽക്കുക അല്ലേ. ഇപ്പം കാര്യം നമ്മൾ എസ് ടു ജി ഈ പാത്ത് എടുത്തില്ല. സോ എസ് ടു എ ആ പാത്താണ് എടുത്തത്. സോ എയിൽ നിൽക്കുക. ഇനി നമ്മൾ എയിൽ നിന്നുള്ള 2 ചൈൽഡ് നോക്കണം, ബിയും ഉണ്ട് സിയും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരുമെന്ന് വെച്ചാൽ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എസ്സിൽ നിന്ന് എയിൽ നിന്ന് ബിയിലെത്തുന്നത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എസ്സിൽ നിന്നേ തുടങ്ങണം. ഇപ്പോൾ എയിലെത്തിയെന്ന് പറഞ്ഞ് എസ്സിനെ വിടാൻ പാടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ എഫ് ഓഫ് എൻ കാണുന്നേ, എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ പ്ലസ് എച്ച് ഓഫ് എൻ. ഓക്കെ, ഇവിടുത്തെ ജി ഓഫ് എൻ വാല്യൂ എത്ര വരും, എസ്സിൽ നിന്ന് എയിൽ നിന്ന് ബിയിലോട്ട് 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ബിയുടെ ഹോറിസ്റ്റിക് വാല്യൂ എടുക്കുക, ദാറ്റ് ഈസ് 4. എത്ര വരും, 7 വരും. ഇനി അടുത്ത എന്താ, എസ്സിൽ നിന്ന് എയുടെ അടുത്ത ചൈൽഡ് ആരാ, സി അല്ലേ, എയിൽ നിന്ന് സിയിലോട്ട് എഫ് ഓഫ് എൻ കാണുന്നത് എങ്ങനെയാണ്, ജി ഓഫ് എൻ പ്ലസ് എച്ച് ഓഫ് എൻ. ഓക്കെ, എച്ച് ഓഫ് എൻ. സോ ജി ഓഫ് എൻ എത്രയാണ് വരുന്നത്, എസ്സിൽ നിന്ന് എയിൽ നിന്ന് സിയിൽ 1 + 1 2. ഇനി സിയുടെ എച്ച് ഓഫ് എൻ, സിയുടെ ഹോറിസ്റ്റിക് വാല്യൂ എത്രയാണ്, 2 ആണ്. അപ്പം 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ നമ്മൾ ഏത് സെലക്ട് ചെയ്യും, ഈ 4 സെലക്ട് ചെയ്യും, 7 എന്ത് ചെയ്ത് വെക്കും, ഹോൾഡ് ചെയ്ത് വെക്കും അല്ലേ. നോക്കിയേ, നമ്മൾ ഏതാ സെലക്ട് ചെയ്തത്, എസ് ടു എ ടു സി ആണ്. കാര്യം ഇത് 4 ആണ്, 4 ലെസ് ദാൻ 7 ആണ്. നമ്മൾ 7 ഹോൾഡ് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ കറൻ്റ്ലി എവിടെ എത്തി, സിയിലെത്തി. ഇനി സീൻ്റെ 2 ചൈൽഡ് ഏതാണെന്ന് നോക്കണം. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ സിയുടെ ചൈൽഡ് ആരൊക്കെയാണ്, സിയിൽ നിന്ന് ഡിയിലോട്ടും പോവാം, സിയിൽ നിന്ന് ജിയിലോട്ടും പോവാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടുപിടിക്കണം, എസ് എ സി ഡിയും നോക്കണം, എസ് എ സി ജിയും നോക്കണം അല്ലേ. സോ ഇതാണ് നമ്മുടെ എസ്സിൽ നിന്ന് ഡിയിലോട്ട് പോകണം. എസ്സിൽ നിന്ന് എ ആദ്യം കാണുക, ഒന്നുകൂടെ പറയുക, എയിൽ നിന്ന് സി കാണുക, സിയിൽ നിന്ന് ഡി കാണുക. എഫ് ഓഫ് എൻ കാണുന്ന ജി ഓഫ് എൻ പ്ലസ് എച്ച് ഓഫ് എൻ ആണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, എസ് ടു എ 1 ആണ്, എ ടു സി 1 ആണ്, സി ടു ഡി 3 ആണ്. 1 + 1 2, 2 + 3 5 ആണല്ലേ. സോ ആ 5 ഇവിടെ എഴുതി. ഇനി ഡിയുടെ ഹോറിസ്റ്റിക് വാല്യൂ നമുക്ക് നോക്കാം. ഡിയുടെ ഹോറിസ്റ്റിക് വാല്യൂ 6 ആണ്. സോ എങ്ങനെ വരും, 5 + 6 11 വരും. ഇനി അടുത്ത സിയുടെ ചൈൽഡ് ജി അല്ലേ. അപ്പോൾ ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം, എസ് ടു എ ടു സി ടു ജി. എഫ് ഓഫ് എൻ കാണുന്ന ജി ഓഫ് എൻ പ്ലസ് എച്ച് ഓഫ് എൻ. നോക്കിക്കേ, എസ് ടു എ ടു സി, സി ടു ജി. 1 + 1 2, 2 + 4 6 ആണല്ലേ. ഇനി ജിയുടെ ഹോറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 6 + 0 6.
സോ അവിടെ എന്താ 6 + 0 6 വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ A സെലക്ട് ചെയ്യും, 6 സെലക്ട് ചെയ്യും, 11 ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഈ പാത്ത് സെലക്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത പാത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വച്ചേക്കുന്ന പാത്തിനെയും കാലും ഒക്കെ ചെറുതാണോ എന്ന് നോക്കണം. ആദ്യം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന 10 10നെയും കാലും ചെറുതാണ് 6. സോ ഒരു കുഴപ്പമില്ല, നമുക്ക് ആ 6നെ എടുക്കാം. രണ്ടാമത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന 7 ആയിരുന്നു. 7 എന്ന് പറയുന്നത് എന്താ 6നെയും കാലും വലുതാണ്. സോ നമുക്ക് ആ 6ന് ഒരു കുഴപ്പമില്ല. മൂന്നാമത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന 11 എന്ന് പറയുന്നത് 6നെയും കാലും വലുതാണ്. 6 തന്നെയാണ് ചെറുത്. സോ നമുക്ക് 6 എടുക്കാം. സോ ഫൈനൽ പാത്ത് എന്ന് പറയുന്നത് S2 A2 C2 G ഈ വഴി പോയാൽ നമുക്ക് ഗോൾ നോഡിൽ പെട്ടെന്ന് എത്താം. കോസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ ഇത്രയേ ഉള്ളൂ A** സെർച്ച് അൽഗോരിതത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ.